അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിക്കുകയാണ്. എന്തിനേറെ, തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും ഫാറ്റ് മാൻ എന്ന മറ്റൊരു അണുബോംബ് വർഷിക്കുകയാണ്. ഇതോടുകൂടി 1939 തുടക്കമിട്ട രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ്. എന്നാൽ പിഞ്ചു ബാല്യങ്ങളെ അനാഥരാക്കിയിട്ടാണ് ഈ യുദ്ധം അവസാനിച്ചിട്ടുള്ളത്. ഹിറ്റ്ലറും മുസോളിനിയും എന്നീ സ്വേച്ഛാധിപതികൾ തുടങ്ങിവെച്ച ഈ യുദ്ധം ജപ്പാനിനെയായിരുന്നു നശിപ്പിച്ചിട്ടുള്ളത്. ഇറ്റലി കീഴടക്കിയ മുസോളിനിയും ജർമ്മനി കീഴടക്കിയ ഹിറ്റ്ലറും ഇവരുടെ സ്വേച്ഛാധിപത്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്തരമൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കേറ്റ പ്രഹരം വളരെ വലുതായിരുന്നു. നമുക്ക് അറിയാം, 1914 തുടങ്ങി 1918 അവസാനിച്ച ഈ യുദ്ധം വളരെ വിനാശമായിട്ടാണ് ജർമ്മനിയെ വേട്ടയാടിയത്. ഇതിൽ നിന്നുള്ള ശമനം എന്നോളമാണ്, അതിജീവനം എന്നോളമാണ് ഇവർ മറ്റൊരു യുദ്ധത്തിന് കൂടി കോപ്പ് കൂട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് രണ്ട് ടീമുകളായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നത്. 70ഓളം രാജ്യങ്ങളാണ് അന്ന് പോരടിച്ചത്. രണ്ടാം ലോക യുദ്ധം ബാക്കിയാക്കിയത് 70ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇഫക്റ്റായിരുന്നു. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന പോലത്തെ ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ സഖ്യശക്തികളായിട്ട് ഒരു ഭാഗത്തും, എന്നാൽ മറുഭാഗത്താകട്ടെ നാസി പാർട്ടിയിലൂടെ അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ, അതുപോലെ സ്വേച്ഛാധിപതിയായ മുസോളിനി മറുഭാഗത്തും അച്ചുതണ്ട് ശക്തികളായി നിലയുറപ്പിച്ചപ്പോൾ ലോകം കണ്ടത് 70 ദശലക്ഷം ജീവനുകൾ അപഹരിക്കപ്പെട്ടതായിരുന്നു. 70 ദശലക്ഷം ആളുകളുടെ രക്തമാണ് രണ്ടാം ലോക മഹായുദ്ധം ചിന്തിയിട്ടുള്ളത്. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധമാകട്ടെ ഒട്ടും പിറകിലല്ല. 2 കോടിയിലധികം ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. എന്നാൽ ഇസ്ലാമിക യുദ്ധവീക്ഷണങ്ങൾ തീർത്തും വ്യതിരിക്തമായിരുന്നു. അതായത് എക്കാലത്തും ഇസ്ലാമിനെ ആളുകൾ വിലയിരുത്തിയത് ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിലുള്ള സമീപനങ്ങളിലൂടെയായിരുന്നു. തീർച്ചയായിട്ടും ഇസ്ലാം യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല. ഇസ്ലാമിലെ ഓരോ യുദ്ധങ്ങളും അടിച്ചമർത്തലുകളിൽ നിന്നും നിലനിൽപ്പിലേക്കുള്ള പ്രതിരോധം മാത്രമായിരുന്നു. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. അതായത് സമാധാനം എന്നർത്ഥം വരുന്ന സലാം എന്ന പദത്തിൽ നിന്നാണ് ഇസ്ലാം ഉത്ഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, എന്നാൽ അതിക്രമം കാണിക്കരുത്. കാരണം അതിക്രമം കാണിക്കുന്നവരെ അല്ലാഹു പ്രിയം വെക്കുന്നില്ല. അതിനുത്തമ ഉദാഹരണമാണ് നാം ബദറിൽ കണ്ടത്. അതെ, തീർച്ചയായിട്ടും ബദർ വലിയ ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധങ്ങളോട് മൃദു സമീപനമായിരുന്നു ബദർ സ്വീകരിച്ചിരുന്നത്. ബദറിൻ്റെ വേളയിൽ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സംഘത്തിൻ്റെയും അടുത്തേക്ക് വെള്ളം ചോദിച്ചു വരുന്ന സമയത്ത് അവിടുന്ന് എടുത്ത ആ തീരുമാനം, ആ നിലപാട് വളരെ മാതൃകാപരമായിരുന്നു. ബദറിൻ്റെ പശ്ചാത്തലം നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മക്കയിൽ തങ്ങളുടെ ഗനീമത്ത് തങ്ങളുടെ സ്വത്തുകളെടുത്ത് കച്ചവടത്തിന് പോയ അബൂ സുഫിയാനെയും സംഘത്തെയും തടയുക എന്ന ചെറിയ ഉദ്ദേശത്തോടെയായിരുന്നു നബി തങ്ങളും സംഘവും പുറപ്പെട്ടത്. ഇത് വലിയ വാർത്തയാക്കി അബൂ സുഫിയാനെയും സംഘത്തെയും മുഹമ്മദ് തടയുന്നുണ്ടെന്ന് വലിയ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചതായിരുന്നു ബദർ യുദ്ധത്തിൽ കലാശിച്ചത്. ഇത്തരത്തിൽ ഇസ്ലാമിൽ നടന്നിട്ടുള്ള ഉഹദ് യുദ്ധവും ഖന്തഖ് യുദ്ധവും ഖൈബർ യുദ്ധവുമെല്ലാം ഇത്തരത്തിലുള്ള പ്രതിരോധം എന്ന പശ്ചാത്തലത്തിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിൽ 2 രൂപത്തിലുള്ള യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്നാമത്തേത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് നടത്തിയതിനെ ഒസ്വത്ത് എന്നും തൻ്റെ അനുയായികളെ വിട്ടയച്ച് നടത്തിയതിനെ ശരീഅത്ത് എന്നും പറയുന്നു. അതെ, അത് ഈ ഇസ്ലാമിൽ യുദ്ധങ്ങൾ 74 രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത ഗസ്വത്തും
ബാക്കി 47 സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളെ അയച്ച യുദ്ധങ്ങളുമായിരുന്നു. ഇതിലെല്ലാം അവസാനമായിട്ട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുള്ളത് വെറും 1000-ൽ പരം ആളുകൾ മാത്രമാണ്. എന്നാൽ ഇന്നത്തെ ലോകത്താണെങ്കിലോ, ഇന്നത്തെ ലോകത്ത് ഓരോ യുദ്ധങ്ങളും ബാക്കിയാക്കുന്നത് ഇന്ന് ഇസ്രായേൽ അടിക്കടി നമ്മുടെ ഗസയെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ 60,000 മരണസംഖ്യ കവിഞ്ഞു എന്നതാണ് ഏറെ ഖേദകരം. എന്നാൽ ഇസ്ലാം യുദ്ധങ്ങളിൽ പോലും ധാർമ്മിക മൂല്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അതായത് ഇസ്ലാം വൃദ്ധരെയോ സ്ത്രീകളെയോ കുട്ടികളെയോ യുദ്ധങ്ങളിൽ ആക്രമിക്കാൻ പാടില്ല എന്ന് കൽപ്പിക്കുന്നു. എന്നാൽ ഇന്ന് ഗസയിലാകട്ടെ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് എത്ര കണ്ട് ഭയാനകമാണ്. കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെയാണ് അവർ ഈ നരനായാട്ട് നടത്തുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്നു. സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നു. ഒന്നൊളിക്കാൻ പോലും ഇടമില്ലാതെ നെട്ടോട്ടമോടുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് ഗസയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കള് പട്ടിണി കിടന്ന് ഉമ്മയോട് ഭക്ഷണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു ഇറ്റ് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ നിസ്സഹായതയുടെ ഒരു പുഞ്ചിരി ചിരിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് ഗസയിലെ ഓരോ മാതാപിതാക്കൾക്കും. സ്വന്തം കൺമുന്നിൽ തൻ്റെ പ്രിയപ്പെട്ടവർ മരിച്ചു വീഴുന്ന ഒരു സങ്കല്പം ഒന്ന് ഓർത്തു നോക്കൂ. അതുപോലെ രക്തത്തിൻ്റെ മണവും കരച്ചിലിൻ്റെ ശബ്ദവും മനസ്സിലൊന്ന് അനുഭവിച്ചത് സങ്കല്പിച്ചു നോക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വംശഹത്യപരമായ ഇസ്രായേലിൻ്റെ ക്രൂരതകൾ. ഇത്തരത്തിലുള്ള അനന്തരഫലങ്ങൾ തന്നെയാണ് 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും നമുക്ക് തന്നിട്ടുള്ളത്. എത്രയോ പിഞ്ചോമനകളാണ് 1-ാം ലോക യുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ബാക്കിയാക്കിയിട്ടുള്ളത്. ഇന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും ജനിക്കുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും വികലാംഗരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം അന്ന് വിക്ഷേപിച്ച ആ ആറ്റം ബോംബിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധങ്ങൾ ഒരിക്കലും സമാധാനം കൊണ്ടുവരുന്നില്ല. അതെ, തീർച്ചയായിട്ടും യുദ്ധങ്ങൾ സമാധാനം കൊണ്ടുവരുന്നില്ല എന്ന് നമുക്ക് വിളിച്ചോതുകയാണ് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെയും 2-ാം ലോക മഹായുദ്ധത്തിൻ്റെയും ഇന്ന് ഗസ വംശഹത്യയുടെയും കണക്കുകൾ. ഇത്തരത്തിൽ നല്ല നാളേക്കായിട്ട്, നല്ലൊരു ജനതക്കായിട്ട്, യുദ്ധമില്ല യുദ്ധരഹിത ലോകത്തിനായിട്ട് നമുക്ക് കൈകോർക്കാം. അതുപോലെ യുദ്ധം തുടങ്ങാൻ എളുപ്പവും യുദ്ധം അവസാനിപ്പിക്കാൻ പ്രയാസവുമാണെന്ന ആ തത്വത്തെ നാം ഏറ്റെടുക്കേണ്ടതുണ്ട്.